മറ്റൊന്ന് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയാണ്. അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സർക്കാരിൻ്റെ ആ ഒരു ഗ്യാരണ്ടി ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്ന് നടപ്പിലാക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ജൂൺ 15 മുതലാണ് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുക. ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ആലോചിക്കുന്നുണ്ട് എങ്കിലും ഓർഡിനറിയിൽ മാത്രം ഇത് ലിമിറ്റ് ചെയ്യുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ എത്തിയേക്കാം. പ്രതിദിനം 12 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാർ ഈ ബസ്സുകളെ ആശ്രയിക്കുന്നുണ്ട്, KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ദിവസേന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം KSRTCക്ക് വരാൻ പോകുന്ന ഒരു സംവിധാനം കൂടിയാകും ഇത്. അതിനെ എങ്ങനെ മറികടക്കാം എന്ന കാര്യത്തിലും വളരെ വ്യക്തമായ പ്ലാനിംഗ് വേണം. അരുണ്, എന്താണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത്? ജൂൺ 15 മുതലാണല്ലോ സൗജന്യ യാത്ര എന്നുള്ളത്. അതൊരു വലിയ ജനപ്രിയ പ്രഖ്യാപനമായി നമുക്ക് മനസ്സിലാക്കണം. ആ തരത്തിൽ ജനം എടുത്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ഏതൊക്കെ ബസ്സുകളിൽ ഏതൊക്കെ തരത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണല്ലോ ഒരു പ്രതിസന്ധി. ജൂൺ 15 മുതൽ ഈ സൗജന്യ യാത്ര നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ചത്. ജനറൽ ടിക്കറ്റിംഗ് നേരത്തെ KSRTCയുടെ കണക്കെടുപ്പ് തുടങ്ങിയതാണ്. ഇന്നത് തുടരും. ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗവും ചേരുന്നുണ്ട്. ഓർഡിനറി ബസ്സുകളിലെ ആയിരിക്കാം ഒരുപക്ഷെ, ഓർഡിനറി ബസ്സുകൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ദീർഘദൂര യാത്രകൾക്കൊക്കെ അത് അനുവദിക്കുന്നത് വ്യക്തമല്ല. ഏതായാലും ഓർഡിനറി ബസ് ഇത്ര ഒരു ടിക്കറ്റ് ഏർപ്പെടുത്തിയാൽ ഏതാണ്ട് 90 കോടിയോളം രൂപ പ്രതിമാസം അധികം കണ്ടെത്തേണ്ടി വരും KSRTC. ഇപ്പോൾ തന്നെ സർക്കാർ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവർ ലാഭത്തിലേക്ക് ആരും പൂർണ്ണമായും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ സർവീസുകളിലും അത് സൗജന്യമാക്കുക എന്നുള്ളത് എളുപ്പമാകില്ല. എങ്കിലും ഓർഡിനറി ബസ്സുകളിലെങ്കിലും, അല്ലെങ്കിൽ നേരത്തെ പിങ്ക് ബസ്സുകൾ നമ്മൾ ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് KSRTC സ്ഥിരീകരിച്ചിട്ടില്ല. പിങ്ക് ബസ്സുകൾ വളരെ കുറവാണ്. ഓർഡിനറി ബസ്സുകളിലെങ്കിലും ഈ സൗജന്യ യാത്ര നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നിർണായക യോഗം ഇന്ന് ചേരുന്നുണ്ട്. 15-ാം തീയതി മുതൽ ഈ സൗജന്യ യാത്ര അനുവദിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഏതായാലും നിർണായകമായ ആ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തും. അതിനുള്ള നടപടിക്രമങ്ങളൊന്നുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും എന്നുള്ളതാണ് വിവരം. അതിൽ നേരത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലേതുപോലെയുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ ഒരുപക്ഷെ എടുത്തേക്കാം. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. വകുപ്പായില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പക്കൽ ഇതിനൊക്കെയുള്ള അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. എല്ലാ വകുപ്പുകളുടെയും മേധാവി മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായും തീരുമാനമെടുക്കാം. പിന്നീട് നടപ്പിലാക്കാനുള്ള ചുമതല വകുപ്പ് വിഭജനത്തിന് ശേഷം അതാത് മന്ത്രിമാർ ഏറ്റെടുത്താൽ മതി. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.